മൂന്നാം ഘട്ട ഡിജിറ്റൽ ലാൻഡ് സർവേ എളവള്ളി വില്ലേജിന് പ്രഥമ പരിഗണനയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിൽ അക്ഷര സ്മാർട്ട് അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ എന്റെ ഭൂമി പദ്ധതി പ്രകാരം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനവും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ ലാൻഡ് സർവേ മൂന്നാം ഘട്ടത്തിൽ എളവള്ളി വില്ലേജിനെ ഉൾപ്പെടുത്തുന്നതിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. 4 മാസത്തിനുള്ളിൽ മൂന്നാം ഘട്ട സർവേ ആരംഭിക്കും. മക്കൾ മനുഷ്യരായി വളരണമെന്നും അതിനുള്ള പ്രാരംഭ പരിശീലന ഇടമാണ് അങ്കണവാടികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടലാസുമായിട്ടാണ് സ്വീകരിച്ചത്. പകുതി എനിക്ക് തന്നു, ബാക്കി പകുതി ഇവിടെ വായിച്ചു. ഒരു പഞ്ചായത്തിന് എംഎൽഎയുടെ സഹായത്തോടെ ഇത്രയേറെ പ്രവർത്തനങ്ങളിൽ മുൻകൈയെടുക്കാൻ കഴിയും എന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് വളരെ അഭിമാനപൂർവ്വം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ ഓരോന്നും കേട്ടിരിക്കാൻ കഴിഞ്ഞു. പ്രത്യേകമായ സന്തോഷം തോന്നി. ഞാൻ കേരള സർക്കാരിന് വേണ്ടി കൃത്യമായ വീക്ഷണത്തോടെ, ദീർഘമായ ചിന്തയോടെ ഒരു പഞ്ചായത്തിനെ എങ്ങനെ ജനകീയമായ വികസനത്തിന്റെ നേരറിവുകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എംഎൽഎയുടെ കൃത്യമായ പിന്തുണയോടുകൂടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ എളവള്ളി ഗ്രാമപഞ്ചായത്തിനെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഊഷ്മളമായി അഭിനന്ദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എംഎൽഎയുടെ സഹായത്തോടെ ദീർഘവീക്ഷണമുള്ള വികസന നേരറിവുകളോടെ മുന്നോട്ടു പോകുന്ന എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി വേദിയിൽ അഭിനന്ദിച്ചു. മുരളി പെരുന്നെല്ലി എംഎൽഎ അധ്യക്ഷനായി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി.സി. മോഹനൻ, അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ കെ പ്രസന്നകുമാരി, ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്ട് ഓഫീസർ ശ്രീകല അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ.വി. വിജിത, ICDS സൂപ്പർവൈസർ മീര മോഹൻ, അങ്കണവാടി വർക്കർ സരിത ജോഷി എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 7 സെന്റ് പുറമ്പോക്ക് സ്ഥലത്ത് 28 ലക്ഷം രൂപ ചെലവ് ചെയ്താണ് അക്ഷര സ്മാർട്ട് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചത്. 3 ഘട്ടമായി ജനകീയാസൂത്രണ പദ്ധതി പ്രകാരമാണ് ഫണ്ട് വകയിരുത്തിയത്. 2007 അനുവദിച്ച അങ്കണവാടിയുടെ പ്രവർത്തനം 17 വർഷമായി വാടക കെട്ടിടത്തിലായിരുന്നു. സംസ്ഥാന സർക്കാർ അംഗീകരിച്ച സ്മാർട്ട് അങ്കണവാടി 3D വ്യവസ്ഥകൾ പാലിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. വായുവും വെളിച്ചവും യഥേഷ്ടം കടക്കാവുന്ന ജനലുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കും വെവ്വേറെ ടോയ്ലറ്റുകൾ, അടുക്കള, വിശാലമായ ക്ലാസ് മുറി, വരാന്ത, കലവറ, കുടിവെള്ള സൗകര്യം, ചുറ്റുമതിൽ, ചൂടുപിടിക്കാത്ത പഫ് റൂഫ് മേൽക്കൂര, വൈദ്യുതി കണക്ഷൻ, ഫാനുകൾ, ടെലിവിഷൻ, ഗ്യാസ് സ്റ്റൗ, വിശാലമായ ടൈൽ വിരിച്ച കളിമുറ്റം, കളി ഉപകരണങ്ങൾ, ആധുനിക ഇരിപ്പിടങ്ങൾ, റാമ്പ് എന്നിവയാണ് സ്മാർട്ട് അങ്കണവാടിയുടെ സവിശേഷതകൾ. ആദ്യമായി തൃശൂർ ജില്ലയിൽ സ്മാർട്ട് അങ്കണവാടി നിർമ്മിച്ചത് എളവള്ളി ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അക്ഷര അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതോടെ എളവള്ളിയിൽ 4 സ്മാർട്ട് അങ്കണവാടികളായി മാറി. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി സമ്മാനത്തുക 20 ലക്ഷം രൂപ ചെലവ് ചെയ്ത് 5ാമത്തെ സ്മാർട്ട് അങ്കണവാടി നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. CCTV ന്യൂസ്, കേച്ചേരി.